Hello dear students, welcome back to ISK English. Okay dear students, നമ്മൾ ഇന്ന് ഫിഫ്ത്ത് ബ്ലോക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഫിഫ്ത്ത് ബ്ലോക്കിലെ അഞ്ചാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് വരുന്നത് എവല്യൂഷൻ ഓഫ് പ്രിന്റിംഗ് എന്നുള്ളതാണ്. അതായത് പ്രിന്റിങ്ങിന്റെ പരിണാമം എങ്ങനെയാണ് ഇന്നത്തെ നിലയുണ്ടല്ലോ, അതായത് പ്രിന്റിങ്ങിന്റെ ഇന്നത്തെ നിലയിലേക്ക്, അതിന്റെ ഒന്നാമത്തെ സ്റ്റേജ് മുതൽ ഇന്നത്തെ നിലയിലേക്കുള്ള അതിന്റെ ഡെവലപ്മെന്റ്, അതിന്റെ ആ ഒരു വികാസം, അതാണ് എവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കാലിഗ്രാഫിയെ കുറിച്ചിട്ടാണ്. കാലിഗ്രാഫിയെ കുറിച്ചൊരു ഷോർട്ട് നോട്ട് കേട്ടോ, ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എന്നുള്ളൊക്കെ ഒരു രീതിയിൽ. അപ്പൊ നമുക്ക് നേരെ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാലിഗ്രാഫിയെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക എന്നുള്ളതാണ് കേട്ടോ. കാലിഗ്രാഫി ഈസ് ആൻ ആർട്ട് ദാറ്റ് ഇൻവോൾവ്സ് ക്രിയേഷൻ ഓഫ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ഓർ ലെറ്ററിംഗ്. അപ്പൊ കാലിഗ്രാഫി എന്ന് പറയുന്നത് ഒരു കലയാണ്. കല എന്ന് പറയുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്നത് എന്താണ്? കാലിഗ്രാഫി എന്ന് പറയുമ്പോൾ ഇൻവോൾവ്സ് ദ ക്രിയേഷൻ ഓഫ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് ലെറ്റേഴ്സ്. മനോഹരമായ ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ്, അതുപോലെ തന്നെ ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, ഉണ്ടാക്കുക. ഇതാണ് കാലിഗ്രാഫിയിൽ ഉൾക്കൊള്ളുന്നത്. ദ ഹിസ്റ്ററി ഓഫ് കാലിഗ്രാഫി ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ആൻഷ്യന്റ് സിവിലൈസേഷൻസ്. അതായത് നമ്മൾ ഈ കാലിഗ്രാഫിയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, അതിൻ്റെ ചരിത്രം നമ്മൾ പിറകിലോട്ട് പരിശോധിക്കുകയാണെങ്കിൽ പഴയകാല പുരാതന സംസ്കാരത്തിൽ നമ്മൾ ചെന്ന് നിൽക്കും. അതായത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇതിൻ്റെ ഒരു ഉത്ഭവം, തുടക്കം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എത്തുന്നത് ട്രേസ്ഡ് ബാക്ക് ടു ആൻഷ്യന്റ് സിവിലൈസേഷൻസ്, പുരാതന സംസ്കാരങ്ങളിൽ. വേർ ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസസ്. അന്ന് ആ കാലഘട്ടത്തിൽ കാലിഗ്രാഫി പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. പല ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ റിലീജിയസ് ടെക്സ്റ്റുകൾ, ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ആൻഡ് ആർട്ട്. അതായത് മതപരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, അവ എഴുതുന്നത്, അവയുടെ നിർമ്മിതി, അതുപോലെ തന്നെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്, ഒഫീഷ്യലായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ ഒരു കലാരൂപം എന്നീ നിലയിലൊക്കെ. ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്, മധ്യകാലഘട്ടം കേട്ടില്ലേ, മിഡീവൽ പീരീഡില് കാലിഗ്രാഫി കണ്ടിന്യൂ ടു ബി ആൻ ഇമ്പോർട്ടൻ്റ് ആർട്ട് ഫോം. അപ്പൊ മിഡീവൽ പീരീഡില് കാലിഗ്രാഫി ഒരു പ്രധാനപ്പെട്ട കലാരൂപം, പ്രാധാന്യമുള്ള കലാരൂപം എന്ന നിലയ്ക്ക് നിലകൊണ്ടിരുന്നു. മിഡീവൽ കാലിഗ്രാഫി വാസ് ക്രിയേറ്റഡ്. എന്താണ് മിഡീവൽ കാലിഗ്രാഫിയുടെ പ്രത്യേകത? മിഡീവൽ കാലിഗ്രാഫി ക്രിയേറ്റ് ചെയ്തിരുന്നത്, മിഡീവൽ കാലഘട്ടത്തിൽ ഈ കാലിഗ്രാഫി ഉണ്ടാക്കിയിരുന്നത് യൂസിങ് ക്വിൽ പെൻ ആൻഡ് ഇങ്ക്. അതായത് ക്വിൽ പെൻ, തൂവൽ പേനയും അതുപോലെ തന്നെ മഷിയും ഉപയോഗിച്ചിട്ട്, ഓൺ പാർച്ച്മെന്റ് ഓർ വിലം. അതായത് പാർച്ച്മെന്റ് അല്ലെങ്കിൽ വെലം. പാർച്ച്മെന്റ് എന്ന് പറഞ്ഞാലും വെലം എന്ന് പറഞ്ഞാലും തോലാണ് കേട്ടോ. അതായത് അപ്പോൾ തോലില് തുവൽ പേനയും മഷിയും ഉപയോഗിച്ച് അങ്ങനെയാണ് മെഡീവൽ കാലഘട്ടത്തിൽ കാലിഗ്രാഫി ചെയ്തിരുന്നത്. ഇസ്ലാമിക് കാലിഗ്രാഫി വാസ്. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞു നമ്മൾ എന്താണ് കാലിഗ്രാഫി, മെഡീവൽ കാലിഗ്രാഫി. അത് കഴിഞ്ഞ് ഇസ്ലാമിക് കാലിഗ്രാഫി വാസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ഹോളി ബുക്ക് ഓഫ് ഇസ്ലാം. ഇസ്ലാമിന്റെ ഹോളി ബുക്ക് അത് എഴുതുന്നതിന് വേണ്ടിയാണ് കാര്യമായിട്ടും ഇസ്ലാമിക് കാലിഗ്രാഫി ഉപയോഗിച്ചിരുന്നത്. ഇസ്ലാമിന്റെ ഹോളി ബുക്ക് എന്ന് പറയുന്നത് ഖുറാൻ അല്ലെ, ഖുറാൻ എഴുതുന്നതിന് വേണ്ടി. ഇനി അടുത്തത് ദ റിനൈസൻസ് പീരീഡ്. റിനൈസൻസിന്റെ, നവോത്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ കാലിഗ്രാഫി ഉണ്ടായിരുന്നു. The Renaissance period was marked a resurgence of calligraphy. കാലിഗ്രാഫിയുടെ ഒരു റിസർജൻസ് നമുക്ക് റിനൈസൻസ് പീരീഡിന്റെ അടയാളമായിട്ട്. അപ്പൊ റിനൈസൻസ് പീരീഡ് മാർക്ക്ഡ്. റിനൈസൻസ് പീരീഡിൽ നമുക്ക് കാലിഗ്രാഫിയുടെ ഒരു റിസർജൻസ്, അതിൻ്റെ ഒരു നവീകരണം, അതായത്
ഈ ഒരു കാലഘട്ടത്തിന് മുൻപ് കാലിഗ്രാഫിക്ക് ചെറിയ രീതിയിലുള്ള ഒരു ശോഷണം സംഭവിച്ചതിൻ്റെ അല്ലെങ്കിൽ ഒന്ന് നശിക്കാം, അതിൽ നിന്നും റിനൈസൻസ് പീരീഡിൽ കാലിഗ്രാഫിയെ ഒന്ന് റിവൈവ് ചെയ്തു, ഒന്ന് പുതുക്കിയെടുത്തു കേട്ടോ, റിസർജൻസ്. അപ്പോൾ ആ ഒരു കാലിഗ്രാഫിയുടെ ഒരു റിസർജൻസ്, അതായത് ഒന്നുകൂടെ ഉഷാറാക്കിയെടുക്കുക, ഒന്നുകൂടെ പുതുക്കിയെടുക്കുക, ഒരു പുതുജീവൻ, അത് നമുക്ക് റിനൈസൻസ് പീരീഡിൽ കാണാൻ പറ്റും. The Renaissance period marked a resurgence of calligraphy in Europe. Renaissance calligraphy was heavily influenced by classical Greek and Roman styles. റെനസൻസ് കാലിഗ്രാഫിയെ റോമൻ ഗ്രീക്ക് സ്റ്റൈലുകൾ വളരെയധികം സ്വാധീനിച്ചിരുന്നു. നമുക്കറിയാം റോമൻ ഗ്രീക്ക് സ്റ്റൈലുകൾ, റൈറ്റിംഗ് സ്റ്റൈലുകൾ, അക്ഷരങ്ങൾ നല്ല ഭംഗിയുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ അക്ഷരങ്ങൾ, ലിപി, ലെറ്റേഴ്സ് റിനൈസൻസ് കാലിഗ്രാഫിയെ നന്നായിട്ട് സ്വാധീനിച്ചു. ഇൻ ദ മോഡേൺ ഇറ, ഇനി ആധുനിക കാലഘട്ടം, കാലിഗ്രാഫി കണ്ടിന്യൂസ് ടു ബി ആൻ ഇമ്പോർട്ടൻറ്റ് ആർട്ട് ഫോം. ആധുനിക കാലഘട്ടത്തിലും ഒരു പ്രധാന കലാരൂപം എന്ന നിലയ്ക്ക് കാലിഗ്രാഫി പ്രാധാന്യത്തോടു കൂടി തന്നെ നിലകൊണ്ടു. Modern calligraphers use a variety of writing instruments. മോഡേൺ കാലിഗ്രാഫി റൈറ്റേഴ്സ് വ്യത്യസ്തമായിട്ടുള്ള റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്, എഴുതാനുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചു. സച്ച് ആസ് പെൻസ്, ബ്രഷസ് ആൻഡ് മാർക്കേഴ്സ്. ഇതൊക്കെയാണ് മോഡേൺ കാലിഗ്രാഫേഴ്സ് ഉപയോഗിച്ചത് ടു ക്രിയേറ്റ് ദെയർ കാലിഗ്രാഫി. അവരുടെ കാലിഗ്രാഫി, അതായത് ചിത്രങ്ങൾ, രൂപങ്ങൾ നിർമ്മിക്കുന്നതിനു വേണ്ടി മോഡേൺ കാലിഗ്രാഫേഴ്സ് പേനകളും ബ്രഷുകളും മാർക്കേഴ്സും എല്ലാം ഉപയോഗിച്ചു. ഇനി രണ്ട് തരത്തിലുള്ള കാലിഗ്രാഫി ഉണ്ട് മോഡേൺ കാലഘട്ടത്തിൽ കേട്ടോ. അതായത് ബ്രഷ് കാലിഗ്രാഫിയും അതുപോലെ തന്നെ ഡിജിറ്റൽ കാലിഗ്രാഫിയും. ഇത് ആധുനിക കാലഘട്ടത്തിലെ രണ്ട് കാലിഗ്രാഫികളാണ് കേട്ടോ. ആധുനിക കാലഘട്ടം, അത് മറക്കണ്ട. എന്താണ് ബ്രഷ് കാലിഗ്രാഫി? സിമ്പിളാണ്. ബ്രഷ് കാലിഗ്രാഫി ഈസ് ക്രിയേറ്റഡ് യൂസിങ് എ ബ്രഷ് ആൻഡ് ഇങ്ക്. അതായത് ബ്രഷും ഇങ്കും, ബ്രഷും മഷിയും ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന കാലിഗ്രാഫിയാണ് ബ്രഷ് കാലിഗ്രാഫി. ആൻഡ് ഡിജിറ്റൽ കാലിഗ്രാഫി ഈസ് ക്രിയേറ്റഡ് യൂസിങ് സോഫ്റ്റ്വെയർ ആൻഡ് ഡിജിറ്റൽ പെൻ. സോഫ്റ്റ്വെയർ അതുപോലെ തന്നെ ഡിജിറ്റൽ പേനയും ഉപയോഗിക്കുന്ന കാലിഗ്രാഫിയാണ് ഇത് ഡിജിറ്റൽ കാലിഗ്രാഫി കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് കാലിഗ്രാഫിയെ കുറിച്ച് പറയാനുള്ളത്. ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഒരു ചെറിയ ഒരു എസ്സേ ക്വസ്റ്റ്യൻ കേട്ടോ, ഒരു ഷോർട്ട് എസ്സേ. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റൈറ്റിംഗ്, പലതരത്തിലുള്ള റൈറ്റിങ്ങുകൾ, ഡിഫറെൻറ്റ് ഫോംസ് കേട്ടോ. നമുക്ക് ഒരു പ്രധാന ക്വസ്റ്റ്യൻ ആയിട്ട് പരിഗണിക്കണം കേട്ടോ. നമുക്ക് ഒന്നാമത്തേത്, അതായത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റൈറ്റിങ്ങിൻ്റെ പല രൂപങ്ങൾ, അതായത് പല ലിപികൾ. ഒന്നാമത്തേത് ക്യൂണിഫോം എന്നുള്ളതാണ്. എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ക്യൂണിഫോം വാസ് എ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ദാറ്റ് വാസ് യൂസ്ഡ് ഇൻ ആൻഷ്യന്റ് മെസൊപ്പൊട്ടോമിയൻ സംസ്കാരം കേട്ടില്ല നമ്മൾ, ഈജിപ്തുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആൻഷ്യന്റ്, പുരാതന മെസൊപ്പൊട്ടോമിയയിൽ ഉപയോഗിച്ചിരുന്ന ഒരു റൈറ്റിംഗ് സിസ്റ്റമാണ്, ഒരു റൈറ്റിംഗ് സമ്പ്രദായമാണ് ഇത് ക്യൂണിഫോം എന്നുള്ളത്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ടു ബി ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് റൈറ്റിംഗ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള റൈറ്റിംഗ് ലിപിയായിട്ടാണ് ഇതിനെ വിശ്വസിക്കുന്നത്. ആൻഡ് വാസ് in use around 3500 BCE until 1st century CE. അതായത് ഈ ഒരു സംഭവം വാസ് ഇൻ യൂസ്, അതായത് ഈ ഒരു എഴുത്ത് ലിപി, ക്യൂണിഫോം ലിപി ഏകദേശം 3500 BCE മുതൽ 1st century CE വരെ, അതായത് 3500 BCE മുതൽ 1st century, 1ാം നൂറ്റാണ്ട് വരെ ഇത് ഉപയോഗത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് എന്നുള്ളതാണ്. ഹൈറോഗ്ലിഫിക്സ് ആർ എ ഫോം ഓഫ് ഹൈറോഗ്ലിഫിക്സ്
പ്ലൂറലാണ് കേട്ടോ. ആർ എ ഫോം ഓഫ്, സാധാരണ തരം പേരുകളിൽ വരുന്നത് സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കാറ്, കാരണം ഇത് ഏതാനും രൂപങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് കേട്ടോ. ഹൈറോഗ്ലിഫിക്സ് ആർ എ ഫോം ഓഫ് റൈറ്റിംഗ് ദാറ്റ് വാസ് യൂസ്ഡ് ബൈ ദ ആൻഷ്യന്റ് ഈജിപ്ഷ്യൻസ്. അതായത് പുരാതന ഈജിപ്ഷ്യൻസ് ഉപയോഗിച്ചിരുന്ന ഒരു എഴുത്ത് ഫോമാണ് ഹൈറോഗ്ലിഫിക്സ്. പുരാതന ഈജിപ്ഷ്യൻസ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യൂണിഫോം എന്ന് പറഞ്ഞത് മെസൊപ്പൊട്ടോമിയയിലാണ്. എന്നാൽ അതേസമയം തന്നെ ഹൈറോഗ്ലിഫിക്സ് എന്നുള്ളത് ആൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് ഉപയോഗിച്ചിരുന്ന ഒരു റൈറ്റിംഗ് ഫോമാണ് എന്ത്, ഹൈറോഗ്ലിഫിക്സ് എന്നുള്ളത്. ഹൈറോഗ്ലിഫിക്സ് വേർ കാർവ്ഡ് ഓർ പെയിന്റഡ്. അപ്പോൾ ഹൈറോഗ്ലിഫിക്സ് എന്നുള്ളത് ഒന്നുകിൽ അത് കാർവ്ഡ് ആയിരിക്കും, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിപി കൊത്തി ഉണ്ടാക്കുകയാണ്, കാർവ്ഡ് ആണ്, അല്ലെങ്കിൽ പെയിന്റഡ് ഓൺ ടു വാൾസ്, പില്ലേഴ്സ് ആൻഡ് അതർ സർഫസസ്. അതായത് വാളുകൾ, ചുമരുകൾ, പില്ലറുകൾ, അതുപോലെ തന്നെ മറ്റു ഉപരിതലങ്ങൾ, സർഫസുകൾ, അവിടെയെല്ലാം ഇത്തരം സർഫസുകളിലെല്ലാം പെയിന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൊത്തി വെക്കുകയോ ആണ് ചെയ്തിരുന്നത്. ആൻഡ് വേർ യൂസ്ഡ് ഫോർ എ വെറൈറ്റി ഓഫ് പർപ്പസസ്. ഈ ഹൈറോഗ്ലിഫിക്സ് എന്നുള്ള ലിപി ഉണ്ടല്ലോ, അത് അവര് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇൻക്ലൂഡിങ് റിലീജിയസ് ടെക്സ്റ്റുകൾ, ഹിസ്റ്റോറിക്കൽ റെക്കോർഡുകൾ, ലിറ്റററി വർക്ക്സ്, സാഹിത്യ സൃഷ്ടികൾ, അതുപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള രേഖകൾ, മതപരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ഇതുപോലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈജിപ്തുകാർ ഹൈറോഗ്ലിഫിക്സ് ലിപി ഉപയോഗിച്ചിരുന്നു. ഇനി മൂന്നാമത്തേത് എ പാം ലീഫ് എന്നുള്ളതാണ്. പാം ലീഫ്, അതായത് പാം ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ താളിയോല ഉണ്ടല്ലോ, പാം ലീഫ്. എ പാം ലീഫ് ബുക്ക് കേട്ടോ. എന്താണ് എ പാം ലീഫ് ബുക്ക്? ഈസ് എ ട്രഡീഷണൽ ഫോം ഓഫ് ബുക്ക് ഇൻ ഇന്ത്യ. ഇതെവിടെ ഉണ്ടായിരുന്നത്? ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു പുരാതനമായിട്ടുള്ള ഒരു ബുക്കാണ് എന്ത്, പാം ലീഫ് എന്നുള്ളത്. വിച്ച് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ ഈ പാം ലീഫ് ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്. തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. ഇനി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? പാം ലീവ്സ് ഉപയോഗിച്ചിട്ട് അല്ലേ, അതായത് ഓല ഉപയോഗിച്ചിട്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പാം ലീവ്സ് വേർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ ആസ് എ റൈറ്റിംഗ് മെറ്റീരിയൽ. ഒരു റൈറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ പിന്നെ മറ്റു പല വസ്തുക്കൾ, തോലും മറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ പാർച്ച്മെന്റ്സ്, ഇന്ത്യയിൽ പരക്കെ വൈഡായിട്ട് വ്യാപകമായിട്ട് പാം ലീവ്സ് ആണ് റൈറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. എന്താണ് അത് ഉപയോഗിക്കാനുള്ള കാരണം എന്നറിയോ? ഡ്യൂ ടു ദെയർ അബണ്ടൻസ് ആൻഡ് ഡ്യൂറബിലിറ്റി. രണ്ട് കാര്യമാണ്. ഒന്ന്, പാം ലീവ്സിന്റെ അബണ്ടൻസ്, സമൃദ്ധമായിട്ട് അത് ലഭിക്കുന്നുണ്ട്, ധാരാളമായിട്ട് പാം ലീവ്സ് ഇഷ്ടംപോലെ എന്തുണ്ട്, ഈ ഒരു ഓല ഇന്ത്യയിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റി, അത് പെട്ടെന്ന് നശിക്കൂല, ഒരുപാട് കാലം അത് നിലനിൽക്കും. ഈ രണ്ട് കാര്യം കൊണ്ട് തന്നെ ദ യൂസ് ഓഫ് പാം ലീവ്സ് ആസ് എ റൈറ്റിംഗ് മെറ്റീരിയൽ. ഈ റൈറ്റിംഗ് മെറ്റീരിയൽ ആയിട്ട് എഴുതുന്ന ആവശ്യത്തിന് വേണ്ടി പാം ലീവ്സ് ഇന്ത്യയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. നമ്മൾ അതൊന്ന് ചികഞ്ഞ് പിറകിലോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങോട്ടെത്തും? കുറച്ചങ്ങോട്ട് പിറകിലോട്ട് എത്തും കേട്ടോ. കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ്സ് ബാക്ക് ടു ദി ആൻഷ്യന്റ് വേദിക് പീരീഡ്. എങ്ങോട്ടെത്തും? ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇന്ത്യയിൽ പാം ലീവ്സിന്റെ ഉപയോഗം. അതായത് വേദിക് പീരീഡ്, വേദ കാലഘട്ടം. വേദങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആ ഒരു വേദ കാലഘട്ടത്തിലേക്ക് നമ്മൾക്ക് എത്തും. അന്ന് തുടങ്ങിയതാണ് എന്ത്, ഈ ഓലകളിൽ എഴുതുന്ന, താളിയോലകളിൽ എഴുതുന്ന സമ്പ്രദായം. ദ പാം ലീഫ് വാസ് ക്രിയേറ്റഡ്. എങ്ങനെയാണ് ഈ പാം ലീഫ് ഉണ്ടാക്കുക? ഞാൻ ഈ ക്ലാസിന്റെ ഇടയിൽ കേട്ടോ, ഇതിൽ നിങ്ങൾക്ക് ഞാൻ ഒരു പാം ലീഫിന്റെ എന്ത് ചെയ്യേണ്ട ഒരു ഫോട്ടോ ആഡ് ചെയ്യാം കേട്ടോ. ദ പാം ലീഫ് വാസ് ക്രിയേറ്റഡ് ബൈ കട്ടിംഗ് തിൻ സ്ട്രിപ്സ് ഓഫ് പാം ലീവ്സ്. എന്ത് ചെയ്യാണ്? ഓലകളുടെ കഷ്ണങ്ങൾ കേട്ടോ മുറിച്ചുണ്ടാക്കുക. ദ പാം ലീഫ് വാസ് ക്രിയേറ്റഡ് ബൈ കട്ടിംഗ് തിൻ സ്ട്രിപ്സ് എന്ന് പറഞ്ഞാൽ ഏതാനും ഓലകൾ ഇങ്ങനെ പുസ്തകത്തിന്റെ പേജ് ഉണ്ടാവില്ലേ, അതുപോലെ എന്ത് ചെയ്യാണ്?
സ്ട്രിപ്സ് ഏതാനും ഇങ്ങനെ പീസസ് പാം ലീവ്സ് മുറിച്ചുണ്ടാക്കുക. ആൻഡ് ദെൻ സ്റ്റിച്ചിങ് ദം ടുഗദർ വിത്ത് ത്രെഡ്. അതിനുശേഷം എന്ത് ചെയ്യുക, നൂല് കൊണ്ട് അവങ്ങനെ തുന്നുക, അകന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, വേറിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ദ ലീവ്സ് വേർ ദെൻ ട്രീറ്റഡ് വിത്ത് ഓയിൽ ഓർ റെസിൻ. അതിനുശേഷം ആ ലീവ്സ് ഉണ്ടല്ലോ അവയിൽ എന്താക്കും, ഓയിലാക്കും. അപ്പൊ എന്തിനു വേണ്ടി, അതിന്റെ ഡ്യൂറബിലിറ്റി കൂടാനും അതുപോലെ തന്നെ പെട്ടെന്ന് നശിച്ചു പോവാതിരിക്കാനൊക്കെ ആയിട്ട് ഓയിൽ ഓർ റെസിൻ ഒക്കെ അതും ആക്കും. ടു മേക്ക് ദം മോർ ഡ്യൂറബിൾ, അതായത് ഒരുപാട് കാലം അത് ഡ്യൂറബിൾ ആകുന്നതിന് വേണ്ടി. ഒന്നുകിൽ അതിൽ ഓയിൽ തേച്ചു കൊടുക്കും, അല്ലെങ്കിൽ റെസിൻ, മരത്തിന്റെ കറ റെസിൻ. എന്തിനു വേണ്ടി, ടു മേക്ക് ദം മോർ ഡ്യൂറബിൾ ആൻഡ് ടു പ്രിവെന്റ് ദം ഫ്രം ക്രാക്കിംഗ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സാധാരണ ഓല കണ്ടിട്ടില്ല ഇങ്ങനെ കീറുന്നത്, അങ്ങനെ അതിൽ ക്രാക്ക്, അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഉണങ്ങിക്കഴിഞ്ഞാൽ അത് പൊട്ടും. അങ്ങനെ പൊട്ടുകയോ മറ്റോ ചെയ്യാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൻ്റെ നിലനിൽക്കുന്ന കാലയളവ് കൂടിക്കിട്ടുന്നതിന് വേണ്ടി മരക്കറയോ ഓയിലൊക്കെ അതുമേ തേക്കും. ഇനി അടുത്ത റൈറ്റിംഗ് രീതി എന്ന് പറയുന്നത് ദ കോഡെക്സ് എന്നാണ്. അപ്പൊ നമ്മൾ നാലാമത്തെ പറയുന്നത് ക്യൂണിഫോം ഹൈറോഗ്ലിഫിക്സ്, palm leaf book. Last one, the codex or the modern book format. Codex അല്ലെങ്കിൽ modern book format കേട്ടോ. The codex or the modern book format was invented in the 1st century AD. അതായത് AD 1-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു മോഡേൺ ബുക്ക് അല്ലെങ്കിൽ കോഡെക്സ് എന്ന് പറയുന്ന സാധനം കണ്ടെത്തിയത്. ദ കോഡെക്സ് വാസ് ക്രിയേറ്റഡ് ബൈ ബൈൻഡിങ് ഇൻഡിവിജ്വൽ ഷീറ്റ്സ് ഓഫ് പേപ്പിറസ്. പേപ്പിറസ് എന്ന് പറഞ്ഞത് പേപ്പറിനാണ് അങ്ങനെ പേപ്പിറസ് എന്ന് പറഞ്ഞിരുന്നത്. അതായത് പേപ്പറിന്റെ ഷീറ്റുകളെ ഒരുമിച്ച് വെച്ച് ബൈൻഡ് ചെയ്യുക, അറ്റഭാഗം ഉണ്ടല്ലോ അവിടെ ഒട്ടിക്കുക, എന്താണെങ്കിലും അങ്ങനെ ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്, കോഡെക്സ് ഉണ്ടാക്കുന്നത്. ക്രിയേറ്റഡ് ബൈ ബൈൻഡിങ് individual sheets of papyrus or parchment together. പാർച്ച്മെന്റ് പറഞ്ഞാൽ എന്താ, നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, തോല് കൊണ്ട് പേപ്പർ രൂപത്തിൽ ഉണ്ടാക്കണം. ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ ഷീറ്റ്സ് ഓരോരോ ഇപ്പൊ നമ്മുടെ പുസ്തകങ്ങളിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഷീറ്റാണ്. പക്ഷെ അതിന്റെ ഒരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ചട്ട വരുന്ന ഭാഗത്ത് ആ ഭാഗത്തേക്ക് ഒരു ഭാഗം എല്ലാം കൂടി ഒരുമിച്ച് വെക്കും അല്ലെ. നമ്മളിപ്പോൾ ചൂലിന്റെ ഒക്കെ അവസാന ഭാഗത്ത് എല്ലാം കൂടി വെച്ച് കെട്ടൂലേ. പക്ഷെ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ബൈൻഡ് ചെയ്യും അല്ലെ, നമ്മൾ ഒട്ടിക്കും. ഇൻഡിവിജ്വൽ ഷീറ്റ്സ് ഓഫ് പേപ്പിറസ് ഓർ പാർച്ച്മെന്റ് ടുഗദർ. അങ്ങനെ ക്രിയേറ്റിംഗ് എ ബുക്ക് വിത്ത് സ്പൈൻ. നമ്മൾ എന്ത് ചെയ്യും, ഒരു ബുക്ക് വിത്ത് സ്പൈൻ ഉണ്ടാക്കും. ബുക്ക് വിത്ത് സ്പൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറിക്കാൻ പറ്റുന്ന രീതിയിൽ എൻഡ് ഭാഗം ഇങ്ങനെ ഒന്നിച്ച് ചേർന്ന് വരും. ആ അടിഭാഗം, ബുക്കിന്റെ അടിഭാഗം അല്ലേ, തുറക്കുന്ന ഭാഗമല്ല, അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടല്ലോ, ബാക്ക് വശം. ആ ഒരു ബാക്ക് വശത്തിന്റെ രൂപം ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ സ്പൈൻ എന്ന് പറയുന്നത്. ആ രൂപത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കും. ദ കോഡെക്സ് ഫോർമാറ്റ് അലോവ്ഡ് ഫോർ. ഈ ഒരു രൂപത്തിലാണ് നമ്മൾ കോഡെക്സ് ഫോർമാറ്റ് എന്ന് പറയാം. ഈ രൂപത്തിന്റെ പ്രത്യേകത എന്താ, ഈ രൂപത്തിന്റെ പ്രത്യേകതയാണ് അലോവ്ഡ് ഈസിയർ നാവിഗേഷൻ. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മറിച്ചിട്ട് പെട്ടെന്ന് നോക്കാൻ പറ്റും. നിങ്ങളൊരു ഡിക്ഷണറി മനസ്സിലൊന്ന് കരുതി നോക്കൂ. ആ ഡിക്ഷണറിയുടെ അടിഭാഗം ശ്രദ്ധിച്ചിട്ടില്ലേ, എത്ര കട്ടി ഉണ്ടായിരിക്കും അല്ലെ. അടിഭാഗത്ത് പേജസ് എല്ലാം കൂടി വെച്ച് ഒട്ടിച്ച് അല്ലെ ബൈൻഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭാഗം, ആ ഒരു ഷേപ്പാണ് സ്പൈൻ എന്ന് പറയുന്നത്. ഇത് ആ ഒരു ഷേപ്പിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, മറിക്കാനും നാവിഗേഷൻ, നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തി എന്താണോ വേണ്ടത് അത് നോക്കാനൊക്കെ പറ്റും. ഇപ്പൊ ഡിക്ഷണറിയിൽ നമ്മളിപ്പോ ഒരു വേർഡിന്റെ മീനിങ് നോക്കുകയാണ്, ഇപ്പൊ നമ്മൾ നാവിഗേഷനോ എന്തോ നോക്കുകയാണ്, എത്ര പെട്ടെന്ന് മറിച്ച് നോക്കാൻ പറ്റും. ആദ്യം നമ്മൾ എവിടെ നോക്കുക, പിന്നെ ആ സ്പെല്ലിംഗ് വെച്ചാണ് നോക്കിയാൽ മതി. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഈ രൂപത്തില്, അതായത് ഈ പുസ്തകത്തിന്റെ ഈ ഒരു കോഡെക്സ് എന്ന് പറയുന്നത് അത് അതിന്റെ ആ ഒരു ഫോർമാറ്റ് ആണ് കേട്ടോ. കോഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് വിത്ത് സ്പൈൻ. ദ കോഡെക്സ് ഫോർമാറ്റ് അലോവ്ഡ് ഈസിയർ ഫോർ നാവിഗേഷൻ. കോഡെക്സ് ഫോർമാറ്റ് അലോവ്ഡ് ഈസിയർ ഫോർ നാവിഗേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നതിനൊക്കെ വളരെ സൗകര്യമാണ്. ഇറ്റ് ക്വിക്ക്ലി റീപ്ലേസ്ഡ് ദ സ്ക്രോൾ ഫോർമാറ്റ്. ഇത് വന്നതോടുകൂടി എന്ത് ചെയ്തു, സ്ക്രോൾ ഫോർമാറ്റ്, അതായത് ഈ ഒരു കോഡെക്സിന്റെ മുന്നുണ്ടായിരുന്നതാണ് സ്ക്രോള്. അതായത് ഇങ്ങനെ നീളത്തിലായിട്ട് ഓല എങ്ങനെ കാരണം
ഇങ്ങനെ നീളത്തിലായിട്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രോൾ ഫോർമാറ്റ് പറഞ്ഞാൽ നീളത്തിലല്ല, നീളത്തിൽ എന്ന് നമ്മളിങ്ങനെ ചുരുട്ടുക. ഓലയാകുമ്പോൾ ചുരുട്ടാൻ പറ്റൂല. അതായത് പണ്ട് രാജാക്കന്മാരുടെ പിന്നെ വിളംബരമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചുരുട്ടിയിട്ടുണ്ടാവില്ല, ഷീറ്റ് പോലെ ചുരുട്ടിയത് നിങ്ങൾ നിർത്തും ചെയ്യാം. ആ രീതിയിലായിരുന്നു മുൻപുണ്ടായിരുന്നത്. അതാണ് സ്ക്രോൾ ഫോർമാറ്റ്. ഇത് വന്നതോടുകൂടി, കോഡെക്സ് വന്നതോടുകൂടി പഴയ സ്ക്രോൾ ഫോർമാറ്റ് എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രിന്റിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ് കേട്ടോ. പ്രിന്റിങ്ങിനെ കുറിച്ചാണ്. ദ പ്രിന്റിംഗ് പ്രോസസ് ഇൻവോൾവ്സ് ദ എക്സാക്ട് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ ഒറിജിനൽ ഡോക്യുമെന്റ് യൂസിങ് ഇങ്ക്, പേപ്പർ ആൻഡ് ഹ്യൂമൻ ഓർ മെഷീൻ എഫോർട്ട്. പ്രിന്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു മെറ്റീരിയൽ, ഒരു പേജ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആ ഒരു ഒറിജിനൽ മെറ്റീരിയലിന്റെ കോപ്പി എടുക്കുകയാണ്. അതിനാവശ്യമായുള്ള 3 സാധനങ്ങളാണ്. അതായത് മഷി വേണം, പേപ്പർ വേണം, പിന്നെ ഹ്യൂമൻ ഓർ മെഷീൻ, ഒന്നുകിൽ മനുഷ്യൻ വേണം അല്ലെങ്കിൽ മെഷീൻ വേണം. ഇതാണ് പ്രിന്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ. പ്രിന്റിംഗ് പ്രോസസ് ഇൻവോൾവ്സ് ദ എക്സാക്ട് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ ഒറിജിനൽ ഡോക്യുമെന്റ് using ink, paper and human or machine effort. The woodblock method was the popular one in the beginning. അതായത് പ്രിന്റിംഗ് ടെക്നോളജിയുടെ തുടക്കത്തിൽ ആദ്യകാലത്ത് നിലവിലുണ്ടായിരുന്ന മെത്തേഡാണ് വുഡ് ബ്ലോക്ക് മെത്തേഡ്. ആ പ്രിന്റിങ്ങിലെ ആദ്യത്തെ മെത്തേഡ്, പ്രിന്റിങ്ങിൽ ഉപയോഗിച്ചിരുന്ന, ഇന്നത്തെ അല്ല പറയുന്നത്, ആദ്യം ഉപയോഗിച്ചിരുന്ന മെത്തേഡ്, പ്രിന്റിങ്ങിലെ ഫസ്റ്റ് മെത്തേഡാണ് ഇത് വുഡ് ബ്ലോക്ക് മെത്തേഡ് കേട്ടോ. 1 മാർക്കിനുള്ള ചോദ്യം. നോക്കൂ, അപ്പൊ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് വുഡ് ബ്ലോക്ക് മെത്തേഡ്? ദ മാറ്റർ കാർവ്ഡ് ഓൺ വുഡൻ പ്ലേറ്റ്സ്. അതായത് എന്താണോ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്, ആ മാറ്റർ വുഡ് ബ്ലോക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തിന്റെ കട്ട വുഡ് ബ്ലോക്കിൽ എന്ത് ചെയ്യും? അത് കാർവ് ചെയ്യും, കൊത്തി ഉണ്ടാക്കുക ചെയ്യാം. അതിനുശേഷം ആൻഡ് ഇങ്ക്ഡ് ടു പ്രസ് അഗെയിൻസ്റ്റ് ഷീറ്റ്സ് ഓഫ് പേപ്പർ. അതിനുശേഷം അതിൽ മഷിയാക്കിയിട്ട് എന്ത് ചെയ്യും? പേപ്പറിൽ അത് പ്രസ് ചെയ്യും. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മളുടെ വിരലിന്റെ തുമ്പത്ത് നമുക്ക് മഷിയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? തമ്പ് ഇംപ്രഷൻ അല്ലേ? ആ തമ്പ് പേപ്പറിൽ വെച്ച് കഴിഞ്ഞാൽ തമ്പ് ഇംപ്രഷൻ കിട്ടുമല്ലോ, അതന്നെ സംഭവം. അപ്പൊ ഏതുപോലെ നമ്മൾ സീൽ വെക്കാറില്ലേ? സീൽ എങ്ങനെയാ? സീലും എന്തുണ്ടായിരിക്കും? അതും ആ ഒരു എന്താണോ പേര് അത് അതും പ്രൊജക്ട് ചെയ്ത് നിൽക്കും, അങ്ങനെയല്ലേ? ഇത് മഷീലാക്കിയിട്ട് വെക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ മരത്തിന്റെ സംഭവമാണ്. ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ദ മാറ്റർ കാർവ്ഡ് ഓൺ വുഡൻ പ്ലേറ്റ് ആണ്. അതായത് മരത്തിന്റെ ഒരു പ്രതലം, അതും എന്ത് ചെയ്യാണ്? എന്താണോ മാറ്റർ അതും കാർവ് ചെയ്തിട്ട് ഇങ്കാക്കിയ ശേഷം പ്രസ് അഗെയിൻസ്റ്റ് ഷീറ്റ്സ് ഓഫ് പേപ്പറിൽ അത് പ്രസ് ചെയ്യാണ്. അപ്പൊ ഇവിടെയുള്ള പ്രശ്നം എന്താണ്? ദ ഡിസഡ്വാൻറ്റേജ് വാസ് ദാറ്റ് കാർവിംഗ് ഈസ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. അതായത് നമുക്കൊരു സംഭവം പ്രിന്റ് ചെയ്യണമെങ്കിൽ ആദ്യം അത് വുഡ് ഷീറ്റിൽ, വുഡ് പ്ലേറ്റിൽ അത് കാർവ് ചെയ്യണം, അത് കൊത്തി ഉണ്ടാക്കണം. ഈ കാർവിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ജോലിയാണ്, ടൈം കൺസ്യൂമിങ് ആണ്, അതിനൊരുപാട് സമയമെടുക്കും. അതുപോലെ തന്നെ ആൻഡ് കനോട്ട് ബി റീയൂസ്ഡ് ഫോർ അതർ മാറ്റേഴ്സ്. നമുക്കറിയാം, അങ്ങനെ ഒന്ന് നമ്മൾ കൊത്തി ഉണ്ടാക്കിയത് പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫീസ് എന്ന് പറയുമ്പോൾ അവിടെ ഓരോ സെക്ഷനും ഓരോ സീലുകളായിരിക്കും. അതായത് സ്ഥാപനത്തിൽ മൊത്തത്തിൽ ഒരു സീൽ ഉണ്ടായിരിക്കും. എന്താണെങ്കിലും, സ്കൂളാണെങ്കിൽ അതിന്റെ പേരൊക്കെ ആയിട്ട്, കോളേജ് ആണെങ്കിൽ ഒരു സീൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രിൻസിപ്പലിന് വേറെ സീൽ ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു പ്രശ്നമാണ്. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ വുഡൻ പ്ലേറ്റിൽ നമ്മളൊരു സംഭവം ഒരുപാട് ടൈം ഉപയോഗിച്ച് കാർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊന്നും വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിക്കവാറും ഒരു ഭാഗം മാത്രമേ ഷീറ്റിന്റെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഒരു വശം മാത്രം. അപ്പൊ ഇത്തരത്തില് ഈ കാർവിംഗ് മെത്തേഡിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. നോക്കൂ, ഇനി മറ്റൊന്നാണ് എന്ത്? ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ് എന്നുള്ളത്. ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ്. നോക്കൂ, ഇൻഡാഗ്ലിയോ പ്രിന്റിംഗ് ഈസ് എ പ്രിന്റിംഗ് ടെക്നിക്ക്. ഇതൊരു പ്രിന്റിംഗ് ടെക്നിക്കാണ്. നേരത്തെ പറഞ്ഞ അതേ ടെക്നിക്ക് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. ഇൻഡാഗ്ലിയോ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇൻവോൾവ്സ് ദ കാർവിംഗ് ഓഫ് എ ഡിസൈൻ ഓൺ ടു എ മെറ്റൽ പ്ലേറ്റ്. അതാണ് വ്യത്യാസം.
നമ്മൾ നേരത്തെ പറഞ്ഞെടുത്ത് വുഡൻ ബ്ലോക്ക് ആണ്. അവിടെ ആ ഒരു ടെക്നിക്ക് വുഡൻ ബ്ലോക്ക് ആണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വുഡൻ പ്ലേറ്റ് ആണ്. മരത്തിന്റെ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പരന്ന ഒരു സംഭവം. പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മെറ്റൽ പ്ലേറ്റ് ആണ്, ലോഹത്തിന്റെ ഒരു പ്ലേറ്റ്. ടിപ്പിക്കലി കോപ്പർ, അതെന്തിന്റെ ആയിരിക്കാം? കോപ്പറിന്റെ ആയിരിക്കാം. കോപ്പർ എന്ന് പറയുന്ന ലോഹം. ഇനി മാത്രമല്ല യൂസിങ് വേരിയസ് ടൂൾസ് ആൻഡ് ആസിഡ്സ്. ഇവിടെ ഇത് ചെയ്യുന്നതിന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ഉപകരണങ്ങൾ, ടൂളുകൾ, അതുപോലെയൊക്കെ തന്നെ ആസിഡ് ഒക്കെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, ആസിഡുകൾ. ഇനി അതായത് ഇവിടെ കോപ്പറിലാണ്, അതായത് മെറ്റൽ പ്ലേറ്റ് ആണ്. അപ്പൊ ഇവിടെ ആ മെറ്റൽ പ്ലേറ്റിന് മുകളിൽ ദ റിസസ്ഡ് ഏരിയാസ് ഓഫ് ദ പ്ലേറ്റ്, പ്ലേറ്റിലെ റിസസ്ഡ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് ഉണ്ടാക്കി വെച്ച ഭാഗം. കാരണം ആ ഭാഗത്ത് എങ്ങനെ ഉണ്ടാക്കുന്നത്, നമ്മളിവിടെ പറഞ്ഞു വ്യത്യസ്തമായിട്ടുള്ള ആസിഡുകളും ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് ആ പ്ലേറ്റിൽ സെറ്റ് ചെയ്ത ഭാഗം, അതാണ് ദ റിസസ്ഡ് ഏരിയ. നമ്മൾ പ്രോസസ് ചെയ്ത ഏരിയ ഓഫ് ദ പ്ലേറ്റ് ആർ ദെൻ ഫിൽഡ് വിത്ത് ഇങ്ക്. ആ ഭാഗത്തൊക്കെ എന്ത് ചെയ്യും? മഷി ഫില്ല് ചെയ്യും പ്ലേറ്റിൽ. ആൻഡ് ദ പ്ലേറ്റ് ഈസ് പ്രസ്ഡ് ഓൺ ടു പേപ്പർ. അതിനുശേഷം എന്ത് ചെയ്യും? ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, മരക്കട്ട ചെയ്ത പോലെ തന്നെ പേപ്പറിൽ കൊണ്ടുപോയിട്ട് ഒറ്റ പ്രസ്സിംഗ് ആണ്. അതോടുകൂടി ട്രാൻസ്ഫറിങ് ദ ഇങ്ക്ഡ് ഇമേജ് ഓൺ ടു ദ പേപ്പർ. ആ ഒരു പ്ലേറ്റിൽ ഉണ്ടായിരുന്ന മഷിയാക്കി വെച്ച ഇമേജ് ഉണ്ടാവുമല്ലോ, എന്താ രൂപമെങ്കിൽ, എന്താണ് പ്ലേറ്റിൽ അവിടെ റിസസ്ഡ് ഏരിയ ഉണ്ടല്ലോ ആ ഒരു സെറ്റ് ചെയ്തത്, അവിടെ എന്താണോ ഉള്ളത് അത് നേരെ പേപ്പറിലോട്ട് ട്രാൻസ്ഫറിങ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതും നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ വുഡൻ ബ്ലോക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവിടെ മരമാണ്, ഇവിടെ പ്ലേറ്റ് ആണ്. ഇനി അടുത്തതിന്റെ പേരാണ് റോട്ടറി പ്രിന്റിംഗ് പ്രസ്. റോട്ടറി കേട്ടോ, അടുത്ത പ്രിന്റിംഗ് ഏതാ? റോട്ടറി ആണ്. നമ്മൾ പ്രിന്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. റോട്ടറി പ്രിന്റിംഗ് കേട്ടോ, റോട്ടറി. എ റോട്ടറി പ്രിന്റിംഗ് പ്രസ് ഈസ് എ ഹൈ സ്പീഡ് പ്രിന്റിംഗ് മെഷീൻ. ഇത് ലേശം വ്യത്യാസമുണ്ട്. ഇതൊരു ഹൈ സ്പീഡ് പ്രിന്റിംഗ് മെഷീൻ ആണ്. ദാറ്റ് യൂസസ് എ സിലിണ്ടറിക്കൽ പ്രിന്റിംഗ് പ്ലേറ്റ് ടു പ്രൊഡ്യൂസ് ലാർജ് വോള്യൂംസ് ഓഫ് പ്രിന്റഡ് മെറ്റീരിയൽ ക്വിക്ക്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നും ഫലപ്രദമായിട്ടും ഒരുപാട് പ്രിന്റിംഗ് മെറ്റീരിയൽ കിട്ടണം, ഒരുപാട് സാധനം കേട്ടോ. അതായത് ലാർജ് വോള്യൂംസ് ഓഫ് പ്രിന്റഡ് മെറ്റീരിയൽ ക്വിക്ക്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അതായത് നല്ല രീതിയിൽ ഫലപ്രദമായിട്ടും പെട്ടെന്നും ഒരുപാട് പ്രിന്റ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു സിലിണ്ടറിക്കൽ പ്രിന്റിംഗ് പ്ലേറ്റ് ആണ്. സിലിണ്ടറിക്കൽ ആണ്. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ആ ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സിലിണ്ടറിന്റെ ഷേപ്പ്. സിലിണ്ടറിക്കൽ എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ഷേപ്പിലുള്ള ഒരു പ്ലേറ്റ്. നേരത്തെ പറഞ്ഞ പോലെ അല്ല, അത്തരം ഒരു പ്ലേറ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യം മനസ്സിലാക്കേണ്ടത്, റോട്ടറി പ്രിന്റിംഗ് പ്രസ് ഒരു ഹൈ സ്പീഡ് പ്രിന്റിംഗ് മെഷീൻ ആണ്. ഇതിൽ യൂസ് ചെയ്യുന്നത് സിലിണ്ടറിക്കൽ പ്രിന്റിംഗ് പ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ലാർജ് വോള്യൂംസ് ഓഫ് പ്രിന്റഡ് മെറ്റീരിയൽ, ഒരുപാട് പ്രിന്റഡ് മെറ്റീരിയൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ലഭിക്കുക എന്നുള്ളതാണ് റോട്ടറി പ്രിന്റിംഗ് പ്രസിന്റെ പ്രത്യേകത. ദ ഫസ്റ്റ് റോട്ടറി പ്രിന്റിംഗ് പ്രസ് വാസ് ഇൻവെന്റഡ് ഇൻ 1843 ബൈ റിച്ചാർഡ് എം ഹോ. അതായത് ആദ്യത്തെ റോട്ടറി പ്രിന്റിംഗ് പ്രസ് ഇൻവെന്റ് ചെയ്തത് 1843 റിച്ചാർഡ് എം ഹോ എന്ന് പറയുന്ന വ്യക്തിയാണ്. അത് നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇയാളെ പേര് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കുക. റോട്ടറി പ്രിന്റിംഗ് പ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ സ്പീഡ് ആണ്, സിലിണ്ടറിക്കൽ പ്രിന്റിംഗ് പ്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. വളരെ പെട്ടെന്ന് ലാർജ് വോള്യൂം ഓഫ് മെറ്റീരിയൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഇതിന്റെ സവിശേഷത കേട്ടോ. ഇനി അവസാനമായിട്ട് കേട്ടോ, ഇതോടുകൂടി ഈ ഒരു ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ലാസ്റ്റ് ഞാൻ പറയുന്നത് ദ ലെറ്റർ പ്രസ് ആണ്. നമ്മൾ ആധുനികമായിട്ട് ഇന്ന് ഉപയോഗിക്കുന്നതിന്റെ തുടക്കക്കാരൻ കേട്ടോ. ദ ലെറ്റർ പ്രസ് ഇതുണ്ടാക്കിയ ആളെ പേര് നമുക്കറിയാൻ പറ്റും. ആരത് ഉണ്ടാക്കിയത്? കണ്ടെത്തിയത് ജോഹന്നസ് ഗുട്ടൻബർഗ്. നമ്മളിത് 8ാം ക്ലാസ്സിലൊക്കെ ചരിത്രത്തിൽ നമ്മൾ പണ്ട് പഠിച്ചതാണ്. ജോഹന്നസ് ഗുട്ടൻബർഗ്, ആൻ ഇൻവെന്റർ ഫ്രം ജർമ്മനി.
ഇദ്ദേഹം ജർമ്മനിയിൽ നിന്നുമുള്ള ഒരു ഇൻവെന്റർ ആണ്, ഒരു കണ്ടുപിടുത്തക്കാരനാണ്. ഇൻവെന്റർ കേട്ടോ, ഗുട്ടൻബർഗ് കേട്ടോ, ജർമ്മനിയാണ് ഇദ്ദേഹത്തിന്റെ നാട് കേട്ടോ. ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് മോഡേൺ പ്രിന്റിംഗ് ടെക്നോളജി. മോഡേൺ പ്രിന്റിംഗ് ടെക്നോളജി കണ്ടുപിടിച്ചതിന്റെ ക്രെഡിറ്റ് ജർമ്മൻ ഇൻവെന്റർ ഗുട്ടൻബർഗിന്റെ പേരിലാണ്. അദ്ദേഹത്തിനാണ് ആ ക്രെഡിറ്റ് ഉള്ളത്. ഹിസ് റവല്യൂഷണറി ഇൻവെൻഷൻ, വിപ്ലവകരമായിട്ടുള്ള കണ്ടെത്തൽ. മാത്രമല്ല നമുക്കറിയാൻ പറ്റും ഈ മേഖലയിൽ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നത് ഗുട്ടൻബർഗിന്റെ ഈ ഒരു മെഷീൻ കണ്ടെത്തിയതോടു കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹിസ് റവല്യൂഷണറി ഇൻവെൻഷൻ വാസ്, ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇൻവെൻഷൻ, ഇദ്ദേഹം ഈ കണ്ടെത്തിയതിന്റെ പ്രത്യേകത വാസ് ദ മൂവബിൾ ആൻഡ് റീയൂസബിൾ ടൈപ്സ്. അതായത് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു റീയൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. അതായത് ഒരിക്കൽ ഉപയോഗിച്ചത് വീണ്ടും ഉപയോഗിക്കാൻ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഗുട്ടൻബർഗിന്റെ ഇൻവെൻഷന്റെ പ്രത്യേകതയാണ് ഒന്ന്, അത് മൂവബിൾ ആണ്. അതായത് മൂവ് ചെയ്യിപ്പിക്കാം, മൂവബിൾ ചലിപ്പിക്കാം, മൂവബിൾ ആൻഡ് റീയൂസബിൾ ടൈപ്സ് ദാറ്റ് ഹാഡ് എ ലോങ് ലൈഫ് സ്പാൻ. അടുത്തതാണ് ലോങ് ലൈഫ് സ്പാൻ ഉണ്ട്, പെട്ടെന്നൊന്നും കേടുവരില്ല, പെട്ടെന്ന് നശിക്കൂല. ലൈഫ് സ്പാൻ, ഒരുപാട് കാലം ഈട് നിൽക്കും. ഹി ഡെവലപ്ഡ്, ഇയാൾ എങ്ങനെ ഉണ്ടാക്കിയെന്നാ പറയുന്നത് കേട്ടോ. ഹി ഡെവലപ്ഡ് ആൻ അലോയ് ഓഫ്, അദ്ദേഹം ഒരു അലോയ്, ഒരു ലോഹസങ്കരം ഡെവലപ്പ് ചെയ്തു. എന്തിൻ്റെയൊക്കെ? അലോയ് ഓഫ് ലെഡ്, ടിന്ന് ആൻഡ് ആന്റിമണി. ഇത് മൂന്നും ലോഹങ്ങളാണ്. ആന്റിമണിയും ടിന്നും ലെഡും മൂന്നും കൂടി ചേർത്ത് ഒരു സങ്കരം, ഒരു അലോയ് ഉണ്ടാക്കി. ആ അലോയ് വെച്ചിട്ട്, കാരണം ആ അലോയ് ആയതുകൊണ്ടായിരിക്കണം ഇതിന് ഒരുപാട് ലൈഫ് സ്പാൻ കൂടിയത്. ആ അലോയ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഫോർ കാസ്റ്റിംഗ് ദി മൂവബിൾ ടൈപ്സ്. അത് ഉപയോഗിച്ചിട്ടാണ് ഈ മൂവബിൾ ടൈപ്സ്, അതായത് മൂവ് ചെയ്യിപ്പിക്കാവുന്ന ഈ ടൈപ്സ് അദ്ദേഹം നിർമ്മിച്ചെടുത്തത്, കാസ്റ്റ് ചെയ്തത്. ദ കോസ്റ്റ് ആൻഡ് ടൈം റിക്വയർഡ് ഫോർ പ്രിന്റിംഗ് ഹാഡ് റെഡ്യൂസ്ഡ് ഡ്രാസ്റ്റിക്കലി. ഇത് വന്നതോടുകൂടി പ്രിന്റിങ്ങിന് വേണ്ടുന്ന സമയവും അതുപോലെ തന്നെ ചിലവും വളരെയധികം ചുരുങ്ങി അല്ലെങ്കിൽ കുറഞ്ഞു. റെഡ്യൂസ്ഡ് ഡ്രാസ്റ്റിക്കലി, ഡ്രാസ്റ്റിക്കലി എന്ന് പറഞ്ഞാൽ ഒരുപാട്. പ്രിന്റിങ്ങിന്റെ ആ ഒരു സമയവും ചെലവും ഒരുപാട് കുറഞ്ഞു കിട്ടി. ഹി പ്രിന്റഡ് ദ ഫസ്റ്റ് ബുക്ക്, അദ്ദേഹം ആദ്യ ബുക്ക് പ്രിന്റ് ചെയ്തു. അത് ദ 42 ലൈൻ ബൈബിൾ ഇൻ, അതായത് ആദ്യം അദ്ദേഹം പ്രിന്റ് ചെയ്തത് ബൈബിളിൽ 48 വരികളാണ്. ദ 42 ലൈൻ ബൈബിൾ, 42 വരികളുള്ള ബൈബിള്, അതും ഇൻ 1455 യൂസിങ് ദിസ് മൂവബിൾ ടൈപ്സ്. ഈ മൂവബിൾ ടൈപ്സ് പ്രിന്റിംഗ് മെഷീൻ ഉണ്ടല്ലോ, ആൻഡ് മോഡേൺ പ്രിന്റിംഗ് ടെക്നോളജി, ആധുനിക പ്രിന്റിംഗ് ടെക്നോളജിയും ഈ മൂവബിൾ ടൈപ്സും ഉപയോഗിച്ചിട്ട് 1455 അദ്ദേഹം ആദ്യമായിട്ട് ബൈബിളിലെ 42 ലൈൻ ബൈബിളാണ് ആദ്യമായിട്ട് അദ്ദേഹം പ്രിന്റ് ചെയ്ത പുസ്തകം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിറ്റ് കുറച്ച് ലെങ്തി ആണ്. കാരണം നമ്മൾ ഒറ്റ വീഡിയോയിൽ ഒതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല, അത്ര ലെങ്ത് ആവും. അത് തൽക്കാലം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് എന്ത് ചെയ്യണം? ഷെയർ ചെയ്തിട്ട് വീഡിയോ കാണുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.